Students, welcome back to another online session of professional business skills. So the last class we were discussing about the topics related with online education. So today we are going to learn a new topic related with online education is e-learning as a service industry. E-learning as a service industry or electronic learning as a service industry. So the service industry is an industry or business that creates and delivers services rather than tangible products. So the e-learning is considered as a service industry. The service industry is an industry or any business organization that creates and delivers different types of services rather than tangible products. So the service or the product of service industry is tangible. Tangible products, that means കാണാനും തൊടാനും പറ്റുന്ന products. അതിനു പകരം സർവീസുകൾ ഡെലിവർ ചെയ്യുന്ന ബിസിനസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീനെയാണ് നമ്മൾ സർവീസ് ഇൻഡസ്ട്രീസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ്, ഇതേപോലെയുള്ള സർവീസസ് ഡെലിവർ ചെയ്യുന്ന ബിസിനസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സർവീസ് ഇൻഡസ്ട്രീസ് എന്ന് വിളിക്കുന്നത്. So the e-learning can be considered as a service industry. So since the education service is provided, e-learning can be considered as a service industry. So the e-learning can be considered as a service industry because education services is provided through e-learning or online education. The e-learning industry in India is a productive one, witnessing a steady growth rate of around 25% year on year and is projected to be $1.96 billion on industry by 2021. ഇന്ത്യയിലെ ഇ-ലേണിംഗ് ഇൻഡസ്ട്രി അതൊരു പ്രൊഡക്റ്റീവ് വൺ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഒരു വർഷം ഏകദേശം 25% ആണ് അതിന്റെ ഗ്രോത്ത്. അതായത് ഇന്ത്യയിലുള്ള ഇ-ലേണിംഗ് ഇൻഡസ്ട്രി നമ്മളൊരു പ്രൊഡക്റ്റീവ് വൺ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു വർഷത്തിലുണ്ടാകുന്ന അതിന്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞത് ഓൾമോസ്റ്റ് ഒരു 25% ആണ്. അതുപോലെ തന്നെ 2021 ആവുമ്പോഴേക്കും $1.96 ബില്യൺ ഒരു ഇൻഡസ്ട്രി ആയി ഈ ഇ-ലേണിംഗ് ഇൻഡസ്ട്രീസ് വളർന്നു വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് നമ്മുടെ 2021 ഒക്കെ ആവുമ്പോഴേക്ക് ഓൺലൈൻ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഇ-ലേണിംഗ് സർവീസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു 1.96 ബില്യൺ ഇൻഡസ്ട്രി, ആ ഒരു അത്രയും ഗ്രോത്ത് അങ്ങനെയുള്ള ഒരു ഡോളറിന്റെ അത്രയും വരുന്ന ഒരു ഇൻഡസ്ട്രി ആയിട്ട് മാറുന്നതാണ് ഇപ്പോഴുള്ള കണക്ക് പ്രകാരം പറയുന്നത്. E-learning and online education can be considered as a service industry because of the following reasons. ഒരു സർവീസ് ഇൻഡസ്ട്രിക്ക് എന്തെല്ലാം പ്രത്യേകതകളുണ്ടോ ആ പ്രത്യേകതകളിൽ പലതും ഇ-ലേണിംഗിനും ഉണ്ട്. അതുകൊണ്ടാണ് ഇ-ലേണിംഗിനെ ഒരു സർവീസ് ഇൻഡസ്ട്രി എന്ന് നമ്മൾ വിളിക്കുന്നത്. എന്തെല്ലാമാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകളെന്ന് നമുക്ക് നോക്കാം. The first one, a specialized service is provided to the society through online education. ഓൺലൈൻ എഡ്യൂക്കേഷനിലൂടെ ഒരു സ്പെഷ്യലൈസ്ഡ് സർവീസസ് ആണ് സൊസൈറ്റിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, e-learning market consists of a large number of players working for profit. e-learning അല്ലെങ്കിൽ e-learning പ്ലാറ്റ്ഫോംസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരുപാട് കമ്പനികളുണ്ട്. അതുപോലെ മൊബൈൽ ഡിവൈസസുകളൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരുപാട് കമ്പനികളുണ്ട്. അങ്ങനെ ഒരുപാട് കമ്പനികളുണ്ട്, ഒരുപാട് പ്ലേയേഴ്സും ഉണ്ട്. അവരെല്ലാം പ്രോഫിറ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്ന കമ്പനികളാണ് അല്ലെങ്കിൽ ബിസിനസ്സുകളാണ്. ഇപ്പൊ എല്ലാ ഓർഗനൈസേഷൻ ഇതേപോലെ ഇ-ലേണിംഗ് പ്ലാറ്റ്ഫോംസും എല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്? പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ്. The next one, most of the educational resources are directly or indirectly paid. ഇ-ലേണിംഗുമായി ബന്ധപ്പെട്ട റിസോഴ്സസിൽ പലതും
നമ്മളെന്താണ് പൈസ കൊടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഓൾമോസ്റ്റ് ഒരുവിധം അധികം ഇ ലേണിംഗ് ആപ്പും അതേപോലെ തന്നെ ഇ ലേണിംഗ് സൈറ്റ്സ് ഒക്കെ എന്താണ് ചിലപ്പോൾ പെയ്ഡ് ആപ്പ് ഒക്കെ ആയിരിക്കും. അതായത് പൈസ കൊടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കാം. നെക്സ്റ്റ് വൺ, കമ്പനീസ് ആർ ഇൻവെസ്റ്റിംഗ് ഹ്യൂജ് ഫണ്ട് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ഇ ലേണിംഗ് ടൂൾസ്. ഇ ലേണിംഗ് ടൂൾസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി മൾട്ടിനാഷണൽ കമ്പനീസുകൾ ഒരുപാട് എമൗണ്ട് ആണ് ഇന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതായത് നമുക്കറിയാം MNC നമ്മുടെ രാജ്യത്തുള്ള ലാർജ് MNCs അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനീസ് ഒക്കെ ഒരുപാട് എമൗണ്ട് അല്ലെങ്കിൽ ഹ്യൂജ് എമൗണ്ട് ആണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇതേപോലെയുള്ള ഇ ലേണിംഗ് ടൂൾസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ, many traditional courses and training programs are replaced by online courses. സാധാരണ രീതിയിൽ നടത്തിയിരുന്ന പല ട്രഡീഷണൽ കോഴ്സുകളും ഇന്ന് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയാണ് നടത്തപ്പെടുന്നത്. എഡ്യൂക്കേഷൻ സെക്ടർ കോൺട്രിബ്യൂട്ട്സ് ടു ദ എക്കണോമിക് ഗ്രോത്ത് ഓഫ് ദ കൺട്രി. രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിക്ക് അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ ഗ്രോത്തിനു വേണ്ടി നമ്മുടെ എഡ്യൂക്കേഷൻ സെക്ടർ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. സോ that's why we have to be say that the e-learning as a service industry. So the next topic is e-learning in India or online education in India. Till the end of the last century, the education system in India was working on the traditional classroom based learning. 20ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ ഇന്ത്യയിൽ ഫോളോ ചെയ്തു വന്നത് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഫോളോ ചെയ്തു പോകുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ട്രഡീഷണൽ ക്ലാസ് റൂം ബേസ്ഡ് ലേണിംഗ് ആയിരുന്നു. ദ കോൺസെപ്റ്റ് ഓഫ് ഡിജിറ്റൽ ലേണിംഗ് ഇൻ ഇന്ത്യ ഇൻവോൾവ്ഡ് ഇൻ ദ ബിഗിനിങ് ഓഫ് 21st century. 21ാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതലാണ് ഇന്ത്യയിൽ ഡിജിറ്റൽ ലേണിംഗിന് ആരംഭം ആവുന്നത്. Now the hybrid system of learning, both online and offline, is followed in India. ഇന്ന് ഇന്ത്യയിൽ ഫോളോ ചെയ്തു വരുന്നത് എഡ്യൂക്കേഷൻ സിസ്റ്റം ഓൺലൈൻ അല്ല ഓഫ്ലൈനും അല്ല, മറിച്ച് അതിന്റെ കോമ്പിനേഷൻ ആയ ഹൈബ്രിഡ് സിസ്റ്റം ഓഫ് ലേണിംഗ് ആണ്. അതായത് ഇന്ന് നമ്മൾ ഫോളോ ചെയ്യുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഓൺലൈനും അല്ല ഓഫ്ലൈനും അല്ല. ഇറ്റ്സ് എ ഹൈബ്രിഡ് സിസ്റ്റം ദാറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ എഡ്യൂക്കേഷൻ. Then e-learning industry in India is witnessing a steady growth rate. ഇന്ത്യയിലെ ഇ ലേണിംഗ് ഇൻഡസ്ട്രി ഓരോ വർഷവും വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. സോ ദിസ് ഇസ് ഇ ലേണിംഗ് ഓർ ഓൺലൈൻ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ദ നെക്സ്റ്റ് ടോപ്പിക്, കീ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു ദ ഗ്രോത്ത് ഓഫ് ഇ ലേണിംഗ് ഇൻ ഇന്ത്യ. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് to be contributed to the growth of e-learning in India? That are, the first one is rising demand from various segments. വിദ്യാഭ്യാസ മേഖലയിൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ സെക്ടേഴ്സിൽ മാത്രമല്ല, ഹെൽത്ത് സെക്ടറിലും അതേപോലെ തന്നെ ബിസിനസ് സെക്ടേഴ്സിലും എല്ലാം ഇ ലേണിംഗിന്റെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് വൈ റൈസിംഗ് ഡിമാൻഡ് ഫ്രം വാരിയസ് സെഗ്മെന്റ്സ്. നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ ഒരുപാട് സെക്ടേഴ്സ് ഉണ്ട്. എല്ലാ സെക്ടേഴ്സിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ന് ഇ ലേണിംഗ് പ്രോഗ്രാംസ് യൂസ് ചെയ്യുന്നുണ്ട്. ദ സെക്കൻഡ് ഫാക്ടർ ഈസ് ഗ്രോയിങ് നമ്പർ ഓഫ് സ്മാർട്ട് ഫോൺ യൂസേഴ്സ്. ഇ ലേണിംഗ് കണ്ടന്റ് ഏറ്റവും കൂടുതൽ ആക്സസ് ചെയ്യപ്പെടുന്നത് സ്മാർട്ട് ഫോണിലൂടെയാണ്. സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണത്തിലുണ്ടായ വർധനവ് അല്ലെങ്കിൽ അവരുടെ എണ്ണത്തിലുണ്ടായ ഇൻക്രിമെന്റ് ഇ ലേണിംഗിന്റെ ഗ്രോത്തിന് ഒരു കാരണമായിട്ടാണ്. ദെൻ ഇംപ്രൂവിംഗ് പെനട്രേഷൻ ഓഫ് ഇന്റർനെറ്റ്. ഇന്റർനെറ്റ് സൗകര്യങ്ങൾ രാജ്യത്ത് എവിടെയും ലഭ്യമാണ്. 2Gയിൽ നിന്ന് 3Gയിലേക്കും 3Gയിൽ നിന്ന് 4Gയിലേക്കുമുള്ള ഡെവലപ്മെന്റ് ഇ ലേണിംഗിന്റെ ഗ്രോത്തിന് കാരണമായിട്ടുണ്ട്. അതാണ് എന്ത് പറയുന്നത്, ഇംപ്രൂവിംഗ് പെനട്രേഷൻ ഓഫ് ഇന്റർനെറ്റ്. ആദ്യം നമ്മൾ ഉപയോഗിച്ചത് 2G ആയിരുന്നു. ആ 2Gയിൽ നിന്ന് നമ്മൾ 3Gയിലേക്ക് വന്നു. പിന്നെ 3G ഇപ്പൊ 4G ആയി. ഇപ്പൊ അതിനേക്കാളും കൂടുതൽ ഡെവലപ്മെന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ദ നെക്സ്റ്റ് വൺ, ഡിജിറ്റൽ ഇന്ത്യ ഇനീഷ്യേറ്റീവ്സ് ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ഡിജിറ്റൽ ബാങ്കിങ്ങും അതേപോലെ തന്നെ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ്സും അതായത് പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായി നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ഡിജിറ്റൽ ഇന്ത്യ പ്രോഗ്രാം കാരണമായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇ ലേണിംഗിന്റെ ഭാഗമായിട്ട് തന്നെ എന്തുണ്ട്, നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന
ഡിജിറ്റൽ ബാങ്കിങ്ങും അതേപോലെ തന്നെ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ്സും പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ഡിജിറ്റൽ ഇന്ത്യ പ്രോഗ്രാം എന്താണ്? ഇതിനൊരു എക്സാമ്പിൾ ആണ്. The next one, increasing participation at the government level. സർക്കാർ ഓഫീസുകൾ അല്ലെങ്കിൽ ഗവൺമെന്റ് ലെവലിൽ വരെ എന്താണ് ഇ ലേണിംഗിനുള്ള ഇമ്പോർട്ടൻസ് ഇതിന്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ അത്രയും ഇമ്പോർട്ടന്റ് ആണ് എന്ത് ഇ ലേണിംഗ് എന്ന് പറയുന്ന ടിപ്പ്. Then next one, availability of free online platforms. ഇ ലേണിംഗിൽ ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന പല പ്ലാറ്റ്ഫോംസും ലഭ്യമാണ്. അത്തരം ഫ്രീ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളുടെ അവൈലബിലിറ്റിയും അതിനെന്തായിട്ടുണ്ട്? കാരണമായിട്ടുണ്ട്. Then so these are the factors contributing to the growth of learning in e-learning in or electronic learning in India. The next one is challenges of e-learning in India. The last topics related with online education is challenges of e-learning in India. The first one is dominance of government sector which sticks on conventional learning. ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇപ്പോഴും ഡൊമിനേറ്റ് ചെയ്യുന്നത് ഗവൺമെന്റ് സെക്ടറാണ്. എന്നാൽ ആ ഗവൺമെന്റ് സെക്ടറിൽ ഇപ്പോഴും കൺവെൻഷണൽ ലേണിംഗ് ആണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. Then second one, majority of the population is living in rural areas where there is no sufficient infrastructure for e-learning. ഇന്ത്യയുടെ പോപ്പുലേഷന്റെ ഭൂരിഭാഗവും ജീവിക്കുന്ന ആൾക്കാർ, അതായത് ഭൂരിഭാഗം ആൾക്കാരും ജീവിക്കുന്നത് എവിടെയാണ്? ഗ്രാമങ്ങൾ അല്ലെങ്കിൽ റൂറൽ ഏരിയാസിലാണ്. അവിടെ ഇ ലേണിംഗിന് ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് എന്താണ്? കുറവാണ്. So that's one of the important challenge. Then high digital divide, high gap between digital literates and digital illiterates. ഇന്ത്യൻ പോപ്പുലേഷന്റെ ഡിജിറ്റൽ ലിറ്ററേറ്റ് വളരെ കുറഞ്ഞ വിഭാഗം ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഡിജിറ്റൽ ലിറ്ററേറ്റ്സും ഡിജിറ്റൽ ഇല്ലിറ്ററേറ്റ്സും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ ഡിഫറൻസ് ഇന്ത്യൻ പോപ്പുലേഷനിൽ ഉണ്ട്. അത് ഇ ലേണിംഗിന്റെ ഒരു ചലഞ്ചായിട്ട് എന്തുണ്ട് മാറുന്നുണ്ട്. The next one, lack of communication facilities. പല സ്ഥലങ്ങളിലും പല ആളുകൾക്കും കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് എന്താണ് ഇന്ന് ലഭ്യമല്ല. Then slow internet connectivity. That means പല റൂറൽ ഏരിയാസിലും ഇന്റർനെറ്റിന്റെ കണക്ടിവിറ്റി എന്താണ്? വളരെ സ്ലോ ആണ്. Then high cost of technology, cost of instruments and cost of connectivity. That means the cost of technology, cost of instrument and cost of connectivity. കമ്പ്യൂട്ടേഴ്സും മൊബൈൽ ഫോൺസും ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഇവയുടെയൊക്കെ കോസ്റ്റ് എന്താണ്? വളരെ കൂടുതലാണ്. ഇത് ഇ ലേണിംഗിന്റെ ഒരു ചലഞ്ച് ആയിട്ട് എന്തെങ്കിലും പറ്റും നമുക്ക് പറയാൻ പറ്റും. So these are the major challenges of e-learning in India. So this is all about today's session. Thank you for watching this video.